നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവൻ കാര്യങ്ങളൊന്ന് തുടങ്ങുമ്പോഴേക്കും ഗിരിയേട്ടൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജീവനോടെ വിട്ടിരുന്നെങ്കിൽ ഗിരിയേട്ടൻ അവനെ അടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. പിന്നെ അവനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ആരാണെന്ന് മഞ്ജു അബിയെ കൊണ്ട് പറയിപ്പിക്കും. ഞാനും ഗോപാൽജിയും സ്വപ്നയും എല്ലാരും കുടുങ്ങിയേനെ. അവൻ മരിച്ചതുകൊണ്ട് ഗോപാൽജിക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് നിന്റെ വെറും തോന്നല് മാത്രം. മഞ്ജുവും കുടുംബവും ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ശത്രുവിനെയാ നീ ഇല്ലാതാക്കിയത്. അഭിയില്ലാത്തതുകൊണ്ട് അവര് കൂടുതൽ മനസ്സമാനത്തോടെ ജീവിക്കുകയുള്ളൂ. അഭിയേക്കാൾ അവർക്ക് ദോഷം ചെയ്യാൻ പോകുന്നത് ഞാനാണ് ഗോപാൽജി. അഭി കുടുംബത്തിന്റെ പുറത്തുള്ള ശത്രുവായിരുന്നു. ഞാൻ ഈ കുടുംബത്തിന്റെ അകത്ത് തന്നെയുണ്ട്. എന്നെ നേരിടാൻ മഞ്ജു ഒരുപാട് ബുദ്ധിമുട്ടും. മഞ്ജുവിനെ എന്റെ വഴിയിൽ നിന്ന് ഒഴിവാക്കാന്നുള്ളതാണ് ലക്ഷ്യം. അതിനാരുടെ സഹായം തേടാനും ഞാൻ തയ്യാറാണ്. നിനക്കതിന് സാധിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ കൂടെ ഈ ഗോപാൽജി ഉണ്ടാവും. അത് കേട്ടാ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാലും അവൾ അഭിയെ ഒഴിവാക്കിയത് വലിയ നഷ്ടമായിപ്പോയി. പക്ഷേ മഞ്ജുവിനെയും കുടുംബത്തിനെയും തകർക്കാൻ അവനേക്കാൾ വലിയ ആയുധമായിട്ട് ഇവള് മാറുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അഭി എത്രമാത്രം ബുദ്ധിയുള്ളവനായിരുന്നു നമുക്കറിയാലോ. അവന്റെ വിശ്വാസം ആർജിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാ അവൾ അവനെ വീട്ടിൽ കയറ്റിയത്.